എൻ്റെ മകൾക്ക് 17 വയസ്സാണ്. ടൈപ്പ് 1 ഡയാലിസിസ് ഉള്ളതിനാൽ നോമ്പ് നോൽക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയതിനാൽ മുദ്ദ് കൊടുക്കുന്ന അരിക്ക് പകരം മുദ്ദിൻ്റെ പൈസ പീസ് റേഡിയോ വഴി നോമ്പ് തുറ സംവിധാനത്തിലേക്ക് അയച്ചു തന്നാൽ ശരിയാകുമോ? എങ്കിൽ അതെങ്ങനെയാണ് എന്നാണ്. അതേപോലെ വന്ന മറ്റൊരു ചോദ്യം, മുദ്ദ് എല്ലാവരും അരി കൊടുത്താൽ അത് കേടുവരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അതിൻ്റെ നിശ്ചിത തുക അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റമദാനിൽ വാങ്ങാമെന്നും തോന്നാറുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. സമാനമായ മറ്റു ചോദ്യം, വയസ്സായ ഒരാൾക്ക് മുദ്ദിൻ്റെ അരി ഭക്ഷണമായി തന്നെ കൊടുക്കേണ്ടതുണ്ടോ, അതല്ല കൊടുക്കേണ്ട അരിയുടെ ക്യാഷ് കൊടുത്താൽ മതിയോ എന്നുള്ളത്. ഇവിടെ ആദ്യം പറഞ്ഞത് ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരിക്കലും അത് മാറുകയില്ല എന്നും നോമ്പൊഴിവാക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് ഡോക്ടർമാർ ആ നിലക്ക് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നോമ്പൊഴിവാക്കാം, വിരോധമില്ല. അതിന് പകരം ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഒരു ദിവസത്തെ നോമ്പിന് പകരം ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്നതാണ് രീതി. ഇവിടെ ഈ മുദ്ദ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും മനസ്സിലാക്കിയത് ഇത് അരി ആണ് കൊടുക്കേണ്ടത് എന്നാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഇതാമു മിസ്കീനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവനായിട്ടുള്ള ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി ഒരു നോമ്പുമായി ബന്ധപ്പെട്ട കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം കഴിഞ്ഞു. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെ കണ്ടെത്തലും ഓരോരുത്തർക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കലൊക്കെ ഉള്ള പ്രയാസങ്ങളാകാം ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് വരാനുള്ള കാരണം. എന്നാൽ അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ ഇപ്പോൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിന് വാർദ്ധക്യമായ സാഹചര്യത്തിൽ ഓരോ ദിവസവും അദ്ദേഹം നോമ്പിൻ്റെ ദിവസം കഴിയുമ്പോൾ അന്ന് നോമ്പ് തുറക്കാൻ ഈ പറഞ്ഞ പോലെയുള്ള മിസ്കിന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നാണ്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന രീതിയായിരുന്നു. ഇത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. രണ്ടാമത്തത് ഭക്ഷണത്തിൻ്റെ എന്താണ് പറയുക, അടിസ്ഥാന മെറ്റീരിയലായിട്ടുള്ള, അപ്പോൾ അതാണ് ഇപ്പോൾ അരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അരി പോലെയുള്ള വസ്തുക്കൾ ഇപ്പം മുദ്ദ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ വർദ്ധിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ. ഇപ്പോൾ അതായത് ഇപ്പോൾ അരിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 കൈ ചേർത്ത് പിടിച്ച് കോരിയെടുത്താൽ കിട്ടുന്നതാണ്. അത് വേവിച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ചോറല്ല ഉണ്ടാവുക, അതിൽ കൂടുതൽ എന്തുണ്ടാവും, ചോറുണ്ടാവും. ഒരാൾക്ക് തിന്നാലും ബാക്കിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കളാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു മുദ്ദ് കൊടുത്താൽ മതി എന്നാണ്. അതല്ല ഇപ്പോൾ മറ്റു നാടുകളിൽ, ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഈത്തപ്പഴം, അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഉണങ്ങിയ മുന്തിരി, ഇതൊക്കെ ആ രൂപത്തിൽ തന്നെ മുഖ്യാഹാരമായി ഭക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വേവിച്ച് കഴിക്കുന്നതുമല്ല, അങ്ങനത്തെ ഇടങ്ങളിലൊക്കെ അങ്ങനത്തെ ഭക്ഷ്യവസ്തുക്കളൊക്കെയാണ് വിതരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ 2 മുദ്ദ് അര സ്വാഇ എന്നുള്ള നിലക്കാണ് പണ്ഡിതന്മാർ ആ വിഷയം ഫുഖഹാക്കളൊക്കെ ചർച്ച ചെയ്തത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇത്ആമു മിസ്കീൻ എന്നാണ് പദപ്രയോഗം. മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പണമായി നൽകുമ്പോൾ ആ പണം അവർ ഭക്ഷണത്തിന് ഉപയോഗിച്ചോളണമെന്നൊരു നിർബന്ധമില്ല. അവർ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന് മിസ്കീനാണ്, അതല്ലെങ്കിൽ ഫക്കീറാണ്, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് മുദ്ദ് കൊടുക്കാൻ വേണ്ടി തന്നതാണ്, അല്ലെങ്കിൽ ഇത് തിന്നാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞാൽ പണം അവിടെ വെക്കില്ലല്ലോ. ചില കുട്ടികൾ ചിലപ്പോൾ എന്താണ് പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ആ നിലക്ക് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തന്ന അരി അല്ല കാശാണെന്ന് പറഞ്ഞിട്ട് എന്താവില്ല. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലായി കഴിഞ്ഞാലും എന്താവും. അപ്പോൾ അതുകൊണ്ട് എന്താണോ ശരീഅത്ത് ഉദ്ദേശിച്ചത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് കൊടുക്കുക എന്ന് പറയുന്ന രീതി ഇല്ല. പിന്നെ അരി കേടുവന്ന് പോകുക എന്ന് പറയുന്നത് ഏതെങ്കിലും മോശം അരികളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ആ പ്രശ്നമുള്ളത്. നല്ല അരി, നമ്മൾ ഏത് അരിയാണോ ഭക്ഷണമായി കൊണ്ട് ഉപയോഗിക്കുന്നത് ആ അരി അവർക്ക് എന്തൊക്കെ ഭക്ഷണത്തിന് വേണ്ടി അതിനുവേണ്ടി നല്ല മുന്തിയ അരി തന്നെ വാങ്ങിക്കൊടുത്താൽ മതി. എന്നാൽ പ്രശ്നം കഴിഞ്ഞു. പെട്ടെന്ന് കേട് വരുന്ന രൂപത്തിലുള്ള പഴകിയ അരി വാങ്ങുന്നതിന് പകരം അരിയായിട്ട് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല അരി വാങ്ങിക്കൊടുക്കുക. മാത്രമല്ല പറ്റുമെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങളും ചെയ്തു കൊടുത്താൽ നല്ലത്. എന്നാൽ ഇത് മാത്രം കൊടുത്താൽ തന്നെ വീടുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എന്നാലും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മറ്റു ഇടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളുണ്ട്. അതിനവർ ചെയ്യാനെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ കഫാറത്തിൻ്റെ പണം
അവർ വാങ്ങുകയും എന്നിട്ട് അവർക്ക് എന്താക്കും, അവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ആ നിലയ്ക്ക് തന്നെ ഭക്ഷണം കൊടുക്കുന്ന രീതികൾ, അത് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് എങ്കിൽ വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ ഏൽപ്പിക്കാനും മതി എന്നുള്ളതാണ്. പിന്നെ അതിൽ ഒരു ഭാഗം വന്നത് പീസ് റേഡിയോയിൽ വഴി നോമ്പ് തുറപ്പിക്കുന്നൊരു സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം പീസ് റേഡിയോയ്ക്ക് ഇല്ല. അതേ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ യാത്രക്കാരായ ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പീസ് റേഡിയോയിൽ ആഡ് പോകാറുണ്ട്. അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണോ എന്നറിയില്ല. അത്തരം സംവിധാനങ്ങളിലേക്ക് ഇതെന്തായാലും പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയാത്രക്കാരായ ആളുകൾ വഴിയിൽ ഒരു പ്രയാസപ്പെടേണ്ട എന്നുള്ള നിലക്ക് പെട്ടെന്ന് എന്താക്കുന്നതാണ്, അതിൽ ഫക്കീർമാരുണ്ടാവും, ഫക്കീറല്ലാത്ത ആളുകളുണ്ടാവും, ഇത് ആ നിലക്ക് വാങ്ങാൻ യോഗ്യതയില്ലാത്ത ആളുകളുണ്ടാവും. എന്നാൽ ഭക്ഷണത്തിന് അവരെന്താണ്, ആ സമയത്ത് ഒരു പ്രയാസം ഉണ്ടാകുന്നത് കൊണ്ട് എന്താകുന്നു, വാഹനം നിർത്താനും അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങാനും കഴിക്കാനൊക്കെ അവരും തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഫക്കീറും മിസ്കീനും അല്ലാത്ത ആളുകളൊക്കെ വരുന്നത് കാരണത്താൽ അങ്ങനത്തെ സംവിധാനത്തിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നമ്മൾ വേറെ തന്നെ ആ നിലക്ക് ആളുകളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണ കാര്യമാണ്. അത് ഫക്കീറിനെ ആണെങ്കിലും അതല്ലെങ്കിൽ സമ്പന്നനെ നോമ്പ് തുറപ്പിച്ചാലൊക്കെ അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് അവർക്കൊരു കുറവും ഇല്ലാതെ തന്നെ ലഭിക്കും എന്നുള്ള നിലക്ക് ചെയ്യുന്നതാണ്. അതിന് പ്രശ്നമില്ല. അതേസമയം ഇത്തരത്തിലുള്ള കഫാറത്തുകളുമായി ബന്ധപ്പെട്ട് പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്, അത് ആ രൂപത്തിൽ തന്നെ അവർക്ക് എത്തുന്ന സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിലൂടെ മാത്രമാണ് കഫാറത്ത് നടപ്പിലാവുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.